കടൽക്ഷോഭം രൂക്ഷമായതോടെ കൊല്ലത്ത് തീരങ്ങൾ കടലെടുക്കുന്നു. കൊല്ലം ബീച്ചിലെത്തുന്ന സന്ദർശകർ ഇതുമൂലം ഭീതിയിലാണ്. ശക്തമായ തിരകൾ മൂലം തീരത്ത് വലിയ തോതിലുള്ള മണ്ണിടിച്ചിലും ഉണ്ടാകുന്നുണ്ട്. ശക്തമായ തിരമാലകൾ കൊല്ലം ബീച്ചിലെ തീരം കാർന്നു തിന്നുകയാണ്. ദിവസങ്ങൾക്ക് മുൻപ് വരെ തീരമായിരുന്നിടമെല്ലാം കടലായി മാറി. തീരം കുറഞ്ഞതോടെ കൊല്ലം ബീച്ചിലേക്ക് എത്തുന്ന സന്ദർശകരുടെ എണ്ണത്തിലും കുറവുണ്ടായിട്ടുണ്ട്. കലിപൂണ്ട് ആഞ്ഞടിക്കുന്ന കടലിനും സന്ദർശകർക്കുമിടയിൽ വലിച്ചു കെട്ടിയ ഈ നേരിയ കയർ മാത്രമാണ് ഇപ്പോഴത്തെ സുരക്ഷ. എല്ലാ വർഷവും ഉണ്ടാകുന്ന പ്രതിഭാസമാണെങ്കിലും ബീച്ചിൽ ഇത്രയേറെ ദൂരം കടലെടുക്കുന്നത് ഇത് ആദ്യമായാണ്. ശക്തമായ തിരകളിൽ തീരമിടിഞ്ഞ് വലിയ കുഴി പോലെ ആയതിനാൽ കയറിനടുത്തെത്തുന്നവർ പോലും മണ്ണിടിഞ്ഞ് താഴേക്ക് വീഴാവുന്ന സ്ഥിതിയിലാണ്. എല്ലാ വർഷവും കടൽ കയറും. ഇപ്പോൾ സ്റ്റെപ്പ് വരെ കടൽ കയറും. കടൽ കയറുമ്പോൾ സംഭവം ഇത്ര മണ്ണ് പോയിട്ടില്ല. പക്ഷേ ഈ വർഷം ഭയങ്കര മണ്ണ് പോക്കുക. മണ്ണ് തീരം പോയി. ഇവിടുത്തെ ഇതുപോലെ ഷെഡൊക്കെ വല വയ്ക്കുന്ന ഷെഡുകളുണ്ടായിരുന്നെല്ലാം പോയിട്ടുണ്ട്. ഒത്തിരി ഡേഞ്ചർ ഏരിയ ആണിതിപ്പോൾ. ആൾക്കാർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഇവിടെ എന്ന് വെച്ചാൽ കടലേറ്റും, ഭയങ്കരമായ കടലേറ്റും. അതുകൊണ്ട് ആരും വരുന്നതും ഇല്ല, ഇരിക്കുന്നില്ല. കച്ചവടങ്ങളെല്ലാം മോശമാണ്. പണ്ടത്തെ കണക്ക് ആളും പേരും ഇല്ല, കച്ചവടവും ഇല്ല. ആകപ്പാടെ ബുദ്ധിമുട്ടാണ്. സാധാരണ കള്ളക്കടൽ പ്രതിഭാസം രൂക്ഷമാകുന്ന എല്ലാ വർഷങ്ങളിലും കടലേറ്റം ഉണ്ടാകാറുണ്ട്. 1-2 ആഴ്ചകൾ കഴിയുമ്പോൾ കടൽ തന്നെ തീരത്ത് മണൽ നിക്ഷേപിച്ച് തീരം പഴയപടിയാക്കാറുണ്ട്. ഇപ്പോൾ തീരം കൂടുതലായി കടലെടുത്തത് നാട്ടുകാരെയും ചെറു കച്ചവടക്കാരെയും ഭീതിയിലാക്കുന്നുണ്ട്. അമൃത ന്യൂസ്, കൊല്ലം.